ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അതെ, എനിക്ക് ഇന്നലെ ഞാനൊരു ന്യൂസ് ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നി. എന്താണെന്ന് വെച്ചാലേ, ട്രിവാൻഡ്രം വട്ടപ്പാറ വെമ്പായത്തുള്ള ഒരു 16 വയസ്സുള്ളൊരു കുട്ടി ട്രെയിൻ മിസ്സിങ് ആയിരുന്നു. പുള്ളി 1.5 മാസമായിട്ട് മിസ്സിങ് ആയിരുന്നു. ആ മിസ്സിങ് ആയതിൽ വെച്ചിട്ട് ഇന്നലെ ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് പറയുന്നു, 1.5 മാസം മുന്നേ പേട്ടയിൽ വെച്ച് ട്രെയിൻ തട്ടി മരിച്ചത് ഈ പയ്യനാണെന്ന് ആ കൊച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ കൂടുതൽ ചോദ്യമൊക്കെ ചെയ്തു. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവരും പറയുന്നത് കുട്ടി ആരാണെന്ന് അറിയത്തില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി യാതൊന്നും തന്നെ ഇല്ല, പേഴ്സോ ഫോണോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. 1 മാസം അവർ വെച്ചതിന് ശേഷം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അവരത് ബോഡി മറവ് ചെയ്തു എന്ന് പറയുന്നു. ഇതൊന്നുമല്ല അത്ഭുതം, അതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെ നിയമത്തിൻ്റെതായ കാര്യങ്ങളാണ്. ഒരു 16 വയസ്സുള്ള കുട്ടി വീട് വിട്ട്, ഇന്ന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. 16 വയസ്സുള്ള ഒരു കൊച്ചു പയ്യൻ വീട് വിട്ട് 3-4 ദിവസമൊക്കെ ഫ്രണ്ട്സുമായിട്ട് പോകുമെന്നും, അവൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ച് പറയും, എവിടെ നിന്നാലും വിളിച്ച് പറയും, ഞാൻ ഇന്നടുത്ത് നിൽപ്പുണ്ടെന്ന് വിളിച്ച് പറയും. കൂട്ടുകാർ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതൊക്കെ കൊച്ചു പിള്ളേരല്ലേ, ഇവരെയൊക്കെ വീട്ടിൽ വന്ന് ഫ്രണ്ട്സ് വിളിക്കുന്നു, വീട്ടിൽ പോകുന്നു, 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് വരുന്നു. 17 വയസ്സോ 18 വയസ്സുള്ള ചെറിയ പിള്ളേർ ഈ പറയുന്ന പോലെ ട്രിപ്പ് പോകുന്നു. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുത്തൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ, പിള്ളേർക്ക് അമിത സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇതിനുള്ള പൈസ എവിടെ നിന്നാണ്? ഈ 5-6 ദിവസമൊക്കെ വീട് വിട്ട് മാറി നിൽക്കാനും, ഫ്രണ്ട്സ് വന്ന് വിളിക്കുന്നു, വണ്ടിയിൽ കയറി പോകുന്നു, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, ട്രിപ്പ് അടിക്കുന്നു, ഇതിനൊക്കെയുള്ള കാശ് എവിടെ നിന്നാണ്? ഈ വീട്ടുകാരിതൊന്നും ചിന്തിക്കൂലേ? ഇവന്മാർക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള പൈസ എവിടെ നിന്ന്? അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരു സമയം കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണ് പിള്ളേരെ. അവർ പറയുന്നത് ഇവനിങ്ങനെ പോവാറുണ്ട്, പിള്ളേരൊക്കെ വന്ന് വിളിക്കുമ്പോൾ 4 ദിവസമോ 5 ദിവസമോ കഴിഞ്ഞ് വരും. പക്ഷേ വീട്ടിൽ വിളിച്ച് പറയും, എവിടെ പോയാലും അമ്മയെ വിളിച്ച്, അയാളെ വിളിച്ച് തന്തയെ വിളിച്ച് പറയൂല, അമ്മേനെ വിളിച്ച് പറയും, എവിടെ പോകണമെങ്കിലും വിളിച്ച് പറയും. എനിക്കും ഉണ്ട് 2 പിള്ളേർ ഈ ഏജിലുള്ളത്. വീട്ടിൽ നിന്നൊന്ന് വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ പറയും ഇന്നടുത്താണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് ആ സമയം കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എവിടെ നിൽക്കുന്നു, പെട്ടെന്ന് തിരിച്ചു വരാൻ പറയും. ഇന്ന് വരേക്കും ഒരു രാത്രി പോയിട്ട് ഒരു ഉച്ച വരെയും നമ്മുടെ വീട്ടിൽ അടുത്ത ആവശ്യത്തിന് അവരുടെ യഥാർത്ഥ ആവശ്യത്തിനല്ലാണ്ട് ഇന്ന് വരേക്കും അങ്ങനെ പോയിട്ട് ഒരു ഫ്രണ്ട്സിൻ്റെ ഞാൻ അങ്ങനെ വിടാറില്ല. കാര്യം എന്ന് വെച്ചാൽ, അവരുടെ ഫ്രണ്ട്സ് എൻ്റെയും ഫ്രണ്ട്സാണ്. അപ്പോൾ എന്നെയും കൂടെ അറിഞ്ഞ് ഞാൻ അവരെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ച് അതൊക്കെ ചെയ്തിട്ടൊക്കെയാണ് വിടുന്നത്. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും മക്കൾ പോവും. പക്ഷേ അങ്ങനെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാണ്, ഞാൻ പോയിട്ട് നാളെ വരുവുള്ളേ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമോ? അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ വിളിക്കും, ഞങ്ങളിന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്, രാവിലെ പോയിട്ട് രാത്രി വരയ്ക്കും കൂട്ടുകാരെ കൂടെ ഓരോ വീടുകളിൽ ചെന്നിരിക്കുക, അവിടെ കിടന്നുറങ്ങുക, 2 ദിവസം അവിടെ നിൽക്കുക. സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ മക്കൾ നശിക്കുന്നതിന് മാതാപിതാക്കൾ തന്നെയാണ് ഏറ്റവും വലിയ കാരണം അവർക്ക് പിടിച്ചു വെക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു മര്യാദയില്ല ഇങ്ങനെ പിള്ളേരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നതിന്. അവർക്കത് ചിന്തിക്കാനുള്ള പ്രായമൊന്നും ആയില്ല. അമിതമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം കാരണം വീട്ടിൽ മരിച്ചിട്ട് വീട്ടുകാർ അവർ 3-ാം തീയതി കാണാതായിട്ടും പരാതി കൊടുത്തത് 5-6 ദിവസം കയറി അവരങ്ങനെ പോകുന്നതാണ്. ഇവ മാത്രമല്ല, എനിക്ക് പൊതുവെ പേഴ്സണൽ അറിയുന്ന കുറേ പിള്ളേരുണ്ട്, ഈ ഏജിലുള്ള പിള്ളേർ 5 ദിവസവും 4 ദിവസമൊക്കെ അങ്ങ് ഒരു 8-9 ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ അവന്മാരങ്ങ് ട്രിപ്പ് പോവുകയാണ്. പയ്യന്മാർ ഫ്രണ്ട്സുമായിട്ട് കൂടെ ചേർന്ന് ട്രിപ്പ് പോകുന്നു, കറങ്ങാൻ പോകുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എവിടെ പോകും? കൂട്ടുകാരെ കൂടെ കാണും, അവിടെ കാണും, ഇവിടെ കാണും. ഞാൻ ചോദിക്കും ഇതിനൊക്കെ നിങ്ങളെങ്ങനെ അനുവദിക്കുന്നു ഇത്രയും? അപ്പോൾ ചോദിക്കും അവർ പോയിട്ട് വരും, എവിടെ നിന്നാലും വിളിച്ച് പറയും, ഞാൻ വിളിച്ച് അപ്പോൾ ഫോൺ എടുക്കും. ഇതുപോലെ എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉത്തരവാദിത്വം വേണ്ടി. ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ അവർക്ക് ചെറുതിലേ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം അവർക്ക് തന്നെ അറിഞ്ഞൂടെ, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഈ പഠിക്കേണ്ട പ്രായത്തിൽ ഇങ്ങനെ തെണ്ടി പറക്കി ഇങ്ങനെ നടക്കി. ഇപ്പോൾ ഒരെണ്ണം പോയി നമ്മുടെ കൺമുന്നിൽ തന്നെ, എനിക്കറിയാവുന്ന തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മക്കൾക്ക് ഈ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അമിതമല്ലേ? ഒരു പരിധിവരെ നമ്മുടെ മക്കൾ നശിക്കുന്നതിൻ്റെ ഒരു 80% പാരൻസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മക്കൾ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും. ബാക്കി 20% നമ്മൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും കുറേയൊക്കെ നശിച്ചു പോകും. ഇപ്പം ഞാൻ തന്നെ എത്ര പിടിച്ച് വെച്ചാലും കുറേയൊക്കെ അവർ തെറ്റിപ്പോവും, അവർ നശിച്ചു പോവും. അതൊക്കെ നമ്മുടെ സ്വാഭാവികമാണ്. പക്ഷേ എന്നാലും നമ്മളായിട്ട് അതിനൊരു കാരണം, ആ കുട്ടിയുടെ മരണത്തിന് യഥാർത്ഥ കാരണം ആ കുട്ടിയുടെ പാരൻസ് തന്നെയാണ്. അവർക്കതിനോട് ഉത്തരവാദിത്വം ഇല്ലായിരുന്നു. അതുപോലെ കുറേ പേര് എനിക്കറിയാം, നേരിട്ട് പേഴ്സണലായിട്ട് അറിയാം. എന്ത് ചെയ്യാനല്ലേ?